മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകട സാധ്യതയുള്ള, പുറത്തിറങ്ങിയാൽ ഒരുപാട് അപകടം സംഭവിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. കോഴിക്കോട് മലയമ്മ പുത്തൂരിൽ നിന്ന് അത്തരമൊരു വാർത്തയാണ് വരുന്നത്. അതായത് റോഡിന് നടുവിലെ ഇലക്ട്രിക് പോസ്റ്റ് അപകട ഭീഷണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. റോഡ് വീതി കൂട്ടിയപ്പോൾ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് ഈ അപകടാവസ്ഥയ്ക്ക് കാരണം. അപകടം ഉണ്ടാകും മുൻപേ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്റെ തലയ്ക്ക് മുകളിൽ കാണുന്നത് ഒരു അപകടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നൂറുകണക്കിന് വിദ്യാർത്ഥികളും വാഹനങ്ങളുമാണ് ഈ അപകടം മുറിച്ചു കടന്ന് ദിവസേന ഇതുവഴി പോകുന്നത്. എന്നാൽ ഇതിലും ഭീകരമായ ഒരവസ്ഥയുണ്ട് എനിക്ക് പിന്നിൽ. വരും. ഈ കാണുന്ന പോസ്റ്റ് കണ്ടോ? താങ്ങി നിർത്തിയിരിക്കുന്നത് ആ ഒരു കയറിലാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ കയറ് പൊട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം തട്ടുകയോ ചെയ്താൽ വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് ഊരി വിട്ടാൽ അപകടം പറ്റും. സ്കൂൾ കുട്ടികളും കുറേ കുട്ടികളും ആ വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണ്. ഏത് നിമിഷവും വണ്ടികൾ പോകാം. ഏതെങ്കിലും ഒന്ന് ലൈൻ എന്തെങ്കിലും തട്ടിപ്പോയാൽ മൊത്തം അങ്ങോട്ടൊക്കെ വീണു പോകും. അപകടം തന്നെ പല പ്രാവശ്യം എൻ്റെ കമ്പിക്ക് തട്ടിയിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടാനൊക്കെ സാധ്യത ഉള്ളതാണ്. എന്ത് ചെയ്യാൻ ഒരു 3-4 മാസം ഇങ്ങനെ ഇതായിട്ട് ലോഡ് വണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി വരും. കുട്ടികൾ കയ്യോ പുറത്തിട്ട് കണ്ണിനൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. ഈ കമ്പിയൊക്കെ കണ്ടില്ലേ, 4-5 മാസമായി, 5ന്റെ മോളായി. ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളും ഇതുവഴി പോകുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പോസ്റ്റ് താഴെ വീഴാവുന്ന ഒരവസ്ഥയിൽ കൂടിയാണ്. ഒരുപാട് പരാതികൾ നൽകി യാതൊരു പരിഹാരവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്രയും ആളുകൾ, കുട്ടികൾ, നാട്ടുകാരൊക്കെ പോകുന്ന വാഹന ഗതാഗതത്തിലുള്ള റോഡിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഗതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കുറേ സമയത്ത് നമ്മൾ കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു, പിന്നെ എന്നിട്ട് പോലും ഇത് ഇപ്പോഴും മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. KSEBയുടെ വലിയൊരു അനാസ്ഥയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഒരു അപകടം സംഭവിച്ചിട്ട് പിന്നീട് ദുഃഖിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.